ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും ഫ്ലോപ്പായി പോയിട്ടുള്ള റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഇത് സക്സസ് ആയി വന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരെടുത്ത് സോഫ്റ്റായ കുക്കറപ്പം ഉണ്ടാക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നേരം സോക്ക് ചെയ്ത ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചോറാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇനി അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അരി അളന്ന അതേ ഒരു കപ്പ് തന്നെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അപ്പത്തിൻ്റെ മാവിലേക്കുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മാവിലേക്ക് ശർക്കര പാനി ഒഴിക്കുമ്പോൾ ശർക്കരയുള്ള വേസ്റ്റുകളും കല്ലുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റു അപ്പങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുക്കറപ്പത്തിന് നല്ലൊരു ലൂസായ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പിരിഞ്ഞ് വരുന്നില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവ് ഒഴിച്ച ശേഷം ഒരു 10 സെക്കൻഡ് അടച്ചു വെക്കാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയ ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് സിം ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ടൂത്ത് പിക്കുമേൽ മാവൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം കുക്കായിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കറപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സൈഡൊക്കെ കണ്ടില്ലേ, നല്ല പോലെ ആരെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നല്ല പോലെ തന്നെ ആരെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.